എന്താ ഭാവനെ, നീ എന്തിനാ വെള്ളം കൊണ്ടുവരുന്നേ? വസുവിനെ എടുത്തോണ്ട് വന്നൂടെ? നിങ്ങൾക്ക് വെള്ളമല്ലേ വേണ്ടത്? അതിന് വസു തന്നെ കൊണ്ടുവയ്ക്കണമെന്നുണ്ടോ? കാർത്തികയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. വസുവിനോട് ഇതൊന്നും പറയാതെ ഇളയമ്മയ്ക്ക് തന്നെ വെള്ളം എടുത്തോണ്ട് വയ്ക്കാൻ പാടില്ലായിരുന്നോ? എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. വസു, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. ആ വസുവിന്റെ കഥ തീർത്തതിന് ശേഷം ഭാവനക്കിട്ടൊരു പണി കൊടുക്കണം. എന്നെ തന്നെ കളിയാക്കാണല്ലേ അവള്. എന്താടി ഇത്രമാത്രം ചിരിക്കാൻ? എനിക്ക് വേണ്ടി ആന്റി വെള്ളം കൊണ്ടുവരുന്നത് ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിയതായിരുന്നു. അമ്മേ, അമ്മേ, ചെല്ലേട്ടത്തി ചെല്ല. അമ്മേ, ഏട്ടത്തി പോവാൻ. വേഗം പോവാനല്ലേ പറഞ്ഞേ? ഒരു ബക്കറ്റൂടെ. അമ്മേ, വേഗം ആവട്ടെ. അതെ വരുന്ന എടുത്തി. ഏട്ടൻ നിങ്ങ കൊണ്ടുപോവാ. അപ്പൊ കൊണ്ടുവരെടുത്തി. ഏട്ടത്തി എന്തായി കാണിക്കുന്നേ? ചെല്ല, വേഗം കൊണ്ട് വയ്ക്കാൻ. അമ്മേ, അമ്മേ, ഏട്ടത്തി ഒന്ന് വേഗം. ഇനി ഒരു ബക്കറ്റൂടെ വേണം. വേഗം ഇങ്ങോട്ട് ഇറങ്ങ. പ്ലീസ് എടുത്തി, പ്ലീസ്. അയ്യോ, സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വിചാരിക്കില്ലടി. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അപ്പൊ തന്നെ ചത്തുപോകും. നമ്മളെ വിളിച്ചോണ്ട് പോവാൻ അമ്മ എന്താ വരാത്തെ? അമ്മയ്ക്ക് നല്ല സുഖമില്ലല്ലോ അനു, അതാ വരാത്തത്. പക്ഷെ ഞാനുണ്ടല്ലോ അനു, ഞാൻ നിങ്ങളെ സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഏട്ടാ, എനിക്കൊരു പാവ വാങ്ങി തരുമോ? നീ എന്താ കൊച്ചുകുട്ടിയാണോ? നിനക്കെന്താ ഈ പാവകളൊക്കെ? എന്താ സാർ അങ്ങനെ പറയുന്നത്? ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകള് നല്ല ഭംഗിയുള്ള പാവയെ കണ്ടാൽ അതുപോലെ ഭംഗിയുള്ള കുഞ്ഞ് ജനിക്കുമെന്നാ. അങ്ങനെയാണോ? എന്നാ നീ ഭംഗിയുള്ളൊരു പാവ വാങ്ങിച്ചോ. ഇത് കൊള്ളാല്ലേ, ഇത് ഞാൻ എടുക്കട്ടെ. ഇതിനെത്രയാ? 300 രൂപ സാർ. അമ്മയുടെ വയറ്റിലും ഒരു കുഞ്ഞു പാവ ഉള്ളതല്ലേ? ഒരു നല്ല ഭംഗിയുള്ള പാവ വാങ്ങിക്കൊണ്ട് അമ്മയ്ക്ക് കൊടുത്താ അമ്മ ഒരുപാട് സന്തോഷിക്കുമായിരിക്കില്ലേ? എന്താ ചേട്ടാ അവിടെ തന്നെ നിന്നത്? ഒരു മിനിറ്റ് കീർത്തി. ചേട്ടൻ എന്തിനാ ഇപ്പൊ ഈ കുടുക്ക പൊട്ടിച്ചേ? പാവ വാങ്ങാനാ. ആർക്കാ ചേട്ടാ? അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്തിനാ? അമ്മയുടെ വയറ്റിലും ബേബി ഉണ്ടോ ചേട്ടാ? ഇല്ല കീർത്തി. പിന്നെന്തിനാ അമ്മയ്ക്ക് പാവ വാങ്ങുന്നേ? അമ്മ നമുക്കൊരുപാട് പാവകളൊക്കെ വാങ്ങി തന്നിട്ടില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു പാവ വാങ്ങിക്കൊടുക്കാം.
അങ്കിൾ, ഈ പാവ എന്താ ഇത്ര വെറൈറ്റി ആയിട്ടുള്ളേ? ഇതാണ് മോനെ ടോക്കിംഗ് ടോം. നമ്മൾ എന്ത് സംസാരിക്കുന്നോ അത് അതുപോലെ തിരിച്ചു പറയും. സത്യാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്ന് സംസാരിപ്പിച്ചേ. ഹലോ. ഹലോ. ഹായ്. വളരെ നന്നായിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് പ്രസന്റ് കൊടുക്കാം. എത്ര അങ്കിൾ? ആ പാവ ഈ പാവ അമ്മയ്ക്ക് കൊടുത്താ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അമ്മയ്ക്ക് ഇതൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. അനു, കീർത്തി, വാ വീട്ടിലേക്ക് പോവാ. വസു, ഈ ജ്യൂസ് കുടിച്ചേ. എന്തിനാ ചേച്ചി? എന്തിനാണെന്നോ? ജ്യൂസ് കുടിക്കേ. അമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ടമ്മേ? അയ്യോ, നിങ്ങളെ ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ മറന്നു പോയല്ലോ. അത് സാരല്ലമ്മേ, ഞങ്ങളിങ്ങി വന്നല്ലോ. അനിയത്തിമാരെ ഞാൻ സേഫ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒരാള് മാത്രം മതി ഉണ്ണി നിന്റെ അമ്മയ്ക്ക്, വേറെ ആരുടെ ആവശ്യമില്ല. അതെന്താ ആവശ്യമില്ലെന്ന് പറയുന്നേ? എനിക്കും അനുവിനും കീർത്തിക്കും ഒരു അനിയൻ വേണമല്ലോ. ഉണ്ണി കാര്യങ്ങളൊക്കെ ഇന്നാ അറിഞ്ഞത് ചേച്ചി. ഞാൻ ഇന്ന് സ്കൂളിന്റെ മുന്നിൽ വെച്ച് തല കറങ്ങി വീണു. ഉണ്ണി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിച്ചത്. ഉണ്ണി, ഈ ജ്യൂസ് കുടിക്ക. എനിക്ക് വേണ്ട അമ്മേ, അമ്മ കുടിച്ചോ. കുടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, ഇതാ കുടിക്ക്. അമ്മ കുടിക്കമ്മേ. ഒന്ന് ശ്രദ്ധിച്ച് കുടിക്കണ്ടേ അമ്മേ? നോക്ക്, ദേഹത്തൊക്കെ വീണു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ കുടിക്കുന്നത്. കുടിക്കേ. വസു, നേരത്തെ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പടികളൊക്കെ കയറി ഇറങ്ങിയതല്ലേ ചേച്ചി. ഇപ്പൊ കാല് വേദനിക്കുക. എന്ത് പറ്റി അമ്മേ? കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? സാരമില്ല, ഞാൻ തിരുമ്മി തരാം. അയ്യോ വേണ്ട ഉണ്ണി. സാരമില്ലമ്മേ. അമ്മ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ലെന്നും ഒരുപാട് നടക്കാൻ പാടില്ലെന്നും ഡോക്ടർ ആന്റി പറഞ്ഞിരുന്നതല്ലേ? പിന്നെന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? നിനക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് ഉണ്ണിയോട് മാത്രമാണ്.
നിന്നെ പൊന്നുപോലെ അവൻ നോക്കുന്നത്. ഇങ്ങനൊരു കുഞ്ഞിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. അങ്ങനെയല്ല വല്യമ്മേ, അമ്മ വളരെ നല്ലവളാ. ഞാനാ ലക്കി. മതിയ കുണ്ണി, മോന്റെ കൈ വേദനിക്കും. അമ്മേ, അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നു ഞാൻ. എന്താ അത്? ഇതിനകത്തൊരു പ്രത്യേക സാധനമുണ്ട്. അമ്മ തന്നെ തുറന്നു നോക്ക്. ഹായ് ഉണ്ണിന്ന് പറയേ. ഹായ് ഉണ്ണി. എന്താ ഉണ്ണി, ഈ പാവ സംസാരിക്കുന്നല്ലോ. ഇത് സംസാരിക്കുന്ന പാവയെ വല്യമ്മേ. അമ്മയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടിട്ട് ഈ പാവ വാങ്ങിക്കൊണ്ട് വന്നതാ. ഈ പാവ വാങ്ങിക്കാനൊക്കെ നിനക്കാരാ കാശ് തന്നെ ഉണ്ണി? എന്റെ കയ്യിലുണ്ടായിരുന്ന കുടുക്ക പൊട്ടിച്ചെടുത്ത കാശാ വല്യമ്മേ. നീ വളരെ സമർത്ഥനാണ് ഉണ്ണി. നിന്റെ അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അമ്മയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് പോലും നീ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ ഹാപ്പി അല്ലേ അമ്മേ? ഇങ്ങോട്ട് നോക്കുണ്ണി, അന്ന് നീ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നില്ലേ, അപ്പൊ ഞാൻ നിന്നെ ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ ഇന്ന് നീ എനിക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു പാവയെ വാങ്ങി വന്നിരിക്കുന്നു. അത് സാരമില്ലമ്മേ. അന്ന് അനിയനോട് സംസാരിച്ച് അമ്മ തിരക്കിലായിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇന്ന് മുതല് അമ്മ ഈ പാവയോട് സംസാരിക്കുക കേട്ടോ. അമ്മ ഹാപ്പി ആയിട്ടിരിക്കണം. പറഞ്ഞത് കേട്ടോ? കാർത്തികേ, എടി 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 എടി, എന്താടി നിനക്കെന്താ എത്ര സന്തോഷം? എന്താടി എന്താടി കാര്യം എന്താ പറ. എന്ത് പറയാനാ ആന്റി? ആന്റി പറഞ്ഞൊരു കള്ളം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഒരു ജോലിയും ചെയ്യണ്ട. അതുപോരാഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. കള്ളം എപ്പോഴും മധുരിക്കുക തന്നെ ചെയ്യടി. സത്യം പുറത്തു വരുന്നതിന്റെ അന്ന് അതിനേക്കാൾ വലിയൊരു നരകം വേറെ ഉണ്ടാവില്ല. അതൊക്കെ അപ്പൊ നോക്കാം. നീ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്താലേ സത്യം പുറത്തു വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അമ്മേ, അയ്യോ അമ്മേ. ഇവളെന്താ പെട്ടെന്ന് വേദനിക്കുന്ന പോലെ കാണിക്കുന്നേ? എന്തു പറ്റി ഇവക്ക്? ഡാൻസ് കളിച്ച് ടയേർഡായതാണോ? അയ്യോ അമ്മേ. കാർത്തിക, എഴുതി. അയ്യോ എന്തു പറ്റി കാർത്തിക? ഒന്നുമില്ല അമ്മേ. ഈവനിങ് മുതലേ ഒരേ തലവേദനയാ. എനിക്ക് ദേഹം വേദന എടുക്കുന്നുണ്ട്. അമ്പടി, നീ ആളത്ര ചില്ലറക്കാരിയല്ല. നല്ല അഭിനയ. ഗർഭിണിയായിരിക്കല്ലേ മോളെ? ശരീരത്തില് പല വിധത്തിലുള്ള മാറ്റങ്ങളും വേദനയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കിടക്കുന്നതിന് മുമ്പ് ദൃഷ്ടി ഒഴിഞ്ഞിട്ടാൽ രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാവും.
ആ എടുത്തി ആ കിച്ചണിലേക്ക് പോയിട്ട് ഉണക്കമുളകും കല്ലുപ്പും എടുത്തിട്ട് വാ. ആ ശരി എടുത്തി. ഒന്നുമില്ല മോളെ, എല്ലാം ശരിയാവും. എടുത്തി. ആ എഴുന്നേറ്റ് നിൽക്ക്. കാർത്തിക, അപ്പോ പ്രഗ്നന്റ് ആയ ലേഡീസിന് ഉറങ്ങുന്നതിന് മുമ്പ് ദൃഷ്ടി ഒഴിഞ്ഞിടണം അല്ലേ? എന്റെ അമ്മേ. അമ്മേ, ഇവിടെ ഒന്ന് ഇരുന്നേ. എന്തിനാ ഉണ്ണി? ഇരിക്കാനല്ലേ പറഞ്ഞത്? നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ വീണ്ടും എന്താ കൊണ്ടുവന്ന ഉണ്ണി? എന്തിനാ ഇപ്പൊ അമ്മയോട് ഇരിക്കാൻ പറയുന്നേ? ദൃഷ്ടി ഒഴിഞ്ഞിടാനാ വല്യമ്മേ. എന്നെ എന്തിനാ ഒഴിഞ്ഞിടുന്നത്? പ്രഗ്നന്റ് ആയ ലേഡീസ് ഉറങ്ങുന്നതിന് മുമ്പ് ദൃഷ്ടി ഒഴിഞ്ഞിടണമെന്നാ പറയുന്നത്. മുത്തശ്ശിയാ പറഞ്ഞത്. അത് ശരിയാ വസു, അത് സത്യമാണ്. രാവിലെ മുതൽ ആരുടെങ്കിലുമൊക്കെ കണ്ണുപെട്ട് കാണില്ലേ? ചിലരുടെ ദൃഷ്ടിപ്പെട്ട അത്ര നല്ലതല്ല. അവരുടെ ദൃഷ്ടി നിന്റെ മേൽ പതിച്ചാൽ ആരോഗ്യം ഇല്ലാതാകും. ആ ദൃഷ്ടി ഒഴിഞ്ഞു പോകണമെങ്കിൽ കിടക്കുന്നതിന് മുൻപ് നിന്നെ ഒന്ന് ഒഴിഞ്ഞിടണം. അതുകൊണ്ടാ അമ്മയ്ക്ക് ഞാൻ ദൃഷ്ടി ഒഴിഞ്ഞിടാൻ പോവാ. നീ അത് ചെയ്യാൻ പാടില്ല ഉണ്ണി. വേണമെങ്കിൽ ചേച്ചിയോട് അത് ചെയ്യാൻ പറയൂ. എനിക്ക് തന്നെ ഒഴിഞ്ഞിടണം അമ്മേ. കുട്ടികളും ദൈവവും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒന്നും സംഭവിക്കില്ല. ഉണ്ണി നിന്നെ ഒഴിഞ്ഞിടട്ടെ. കണ്ടോ, വല്യമ്മ പറഞ്ഞല്ലോ. ഇനി അമ്മ ഒന്നും പറയാൻ നിക്കണ്ട. അവിടെ ഇരിക്കേ. അതൊന്നും വേണ്ട ഉണ്ണി. അവിടെ ഇരിക്കമ്മേ. ഇനി അമ്മയും കൂടി ഒന്ന് തൊപ്പിയേ. ഉണ്ണി, നീ ഇതെന്താ ചെയ്യുന്ന ഉണ്ണി? അമ്മയ്ക്ക് ദൃഷ്ടി ഒഴിഞ്ഞിടുവായിരുന്നു മുത്തശ്ശി. എന്തിന്? അത് കുറച്ചു മുൻപ് മുത്തശ്ശി ചെറിയമ്മയ്ക്ക് ദൃഷ്ടി ഒഴിഞ്ഞെടുത്തായിരുന്നില്ലേ? അതുകൊണ്ടാ ഞാനും അമ്മയ്ക്ക് ദൃഷ്ടി ഒഴിഞ്ഞെടുത്തത്. അവള് ഗർഭിണി ആയതുകൊണ്ടാ ഞാൻ ദൃഷ്ടി ഒഴിഞ്ഞത്. നിന്റെ അമ്മയ്ക്ക് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് പിന്നെ മുത്തശ്ശി, ചെറിയമ്മയ്ക്ക് ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞില്ലേ? അമ്മയ്ക്കും കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാലുവേദന പോകാൻ വേണ്ടിട്ടാ ഒഴിഞ്ഞെടുത്തത് മുത്തശ്ശി. കാർത്തികയ്ക്ക് വേണ്ടി ബക്കറ്റും തൂക്കിക്കൊണ്ട് വസു സ്റ്റെയർ കേസ് കയറി ഇറങ്ങിയില്ലേ അമ്മേ? അതുകൊണ്ട് കൈയും കാലും ഒക്കെ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണ് പെട്ടിരിക്കുമെന്ന് കരുതി ഉണ്ണി ഒഴിഞ്ഞിടാൻ നോക്കിയതാ. കൊച്ചു കുട്ടികൾ ദൃഷ്ടി ഒഴിഞ്ഞിടാൻ പാടില്ല. ഇനി ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ശരി അമ്മ. അമ്മേ, ഇനി ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ? പുറത്തേക്ക് ഇറങ്ങിയേക്ക്.
ഒരല്പം വൈകിയിരുന്നെങ്കിൽ നമ്മൾ 3 പേരും പെട്ടേനെ. അതെ വല്യമ്മേ, അതുകൊണ്ടാ മനഃപൂർവ്വം കാലുവേദനയാണെന്ന് ഞാൻ മുത്തശ്ശിയോട് മാറ്റി പറഞ്ഞത്. നീ അങ്ങനെ പറഞ്ഞത് നന്നായി ഉണ്ണി. അല്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സംശയം തോന്നിയേനെ. അമ്മയെ പറ്റി അച്ഛൻ മുത്തശ്ശിയോട് പറയുന്നത് വരെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുതേ ഉണ്ണി. വസുവിന് അതുകൊണ്ട് പ്രശ്നമാവും. ശരിയാ, മുത്തശ്ശി അമ്മയെ വഴക്കു പറയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഉണ്ണി. മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കാരണം അച്ഛനും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഓക്കെ അമ്മേ, ഇനി ഒരിക്കലും മുത്തശ്ശിക്ക് ഡൗട്ട് വരുന്നത് പോലെ ഞാൻ പെരുമാറില്ല. ഇത് ഞാൻ പുറത്ത് കളഞ്ഞിട്ട് വരാവേ. എന്താ മോളെ, അഖിൽ ഇതുവരെ വന്നില്ലല്ലോ? ഇല്ല ആന്റി, അവന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. രാവിലെ പുറത്തേക്ക് പോയതല്ലേ? എവിടെയാണോ എന്ത് ചെയ്യുന്നെന്ന് ആർക്കറിയാം? കാശുണ്ടാക്കാൻ വേണ്ടി ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിക്കുകയായിരിക്കും. അവന് 10 ലക്ഷം കൊടുക്കാനായിട്ട് ഏത് ഫ്രണ്ട്സാ ഉള്ളത്? കൊടുക്കുകയാണെങ്കിൽ അഭിയേട്ടനായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കണം. ശരി, എന്റെ മോമിനോട് ചോദിച്ചാലോ?